ചേർത്തലയിൽ ഡോക്ടർ ദമ്പതികളിൽ നിന്നും 7.65 കോടി രൂപ തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട് 2 തായ്വാൻ സ്വദേശികൾ ഗുജറാത്തിൽ അറസ്റ്റിൽ. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനെന്ന പേരിലാണ് പ്രതികൾ ഇരകളിൽ നിന്നും പണം തട്ടിയെടുത്തത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പിന്തുണച്ചപ്പോഴാണ് മുഖ്യ കണ്ണികളായ തായ്വാൻകാരെ അഹമ്മദാബാദ് പോലീസ് കൈയോടെ പൊക്കിയത്. ഇവരെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇടെയാണ് അറസ്റ്റ് ചെയ്തതെന്നും സബർമതി ജയിലിൽ റിമാൻഡിലാണെന്നും അറിഞ്ഞത്. ഗുജറാത്തിലെത്തിയ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ആലപ്പുഴയിലെത്തിച്ചു. സുമോഗ, കൃഷ് എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. സൈബർ പോലീസ് സംഘത്തിന്റെ സഹായത്തോടെയാണ് അന്വേഷണ സംഘം ഇവരിലേക്ക് എത്തിയത്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസാണിത്. ആദ്യം ചേർത്തല പോലീസ് അന്വേഷിച്ച കേസ് 5 കോടിയിലേറെ രൂപ ഉൾപ്പെടുന്നതിനാൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. 40ഓളം അക്കൗണ്ടുകളിലായാണ് സംഘം പണം വാങ്ങിയത്. നേരത്തെ പിടിയിലായ കർണാടക സ്വദേശി ഭഗവാൻ റാംഡീൻ പട്ടേലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പിന്റെ വിദേശ ബന്ധം വെളിപ്പെടുത്തുകയും തായ്വാൻ സ്വദേശികളിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തത്. രാജ്യാന്തര ബന്ധമുണ്ടോ എന്നും സംസ്ഥാന സൈബർ സെക്യൂരിറ്റി വിംഗ് പ്രത്യേകം അന്വേഷിക്കുന്ന കേസിലാണ് വിദേശ പൗരന്മാർ പിടിയിലായത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ അധിക ചുമതലയുള്ള ആലുവ ഡിവൈഎസ്പി AR മധുബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പ്രതികളെ ബുധനാഴ്ച ചേർത്തല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. കേസിൽ 5 പേരാണ് മുൻപ് പിടിയിലായത്. ഇവരിൽ രാജസ്ഥാനിലെ പാലി സ്വദേശി നിർമ്മൽ ജെയിൻ ആണ് വിദേശികളായ തട്ടിപ്പുകാരുമായി നേരിട്ട് ബന്ധമുള്ളത്. തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റിയിരുന്നത് ഇയാളാണെന്നും പോലീസ് കണ്ടെത്തി. ഭഗവാൻ റാമാണ് ഡോക്ടർ ദമ്പതിമാരായി വാട്സപ്പ് ചാറ്റ് നടത്തി പണം തട്ടിയെടുത്തത്. വാട്സപ്പ് ലിങ്ക് അയച്ചു കൊടുത്തും ഗ്രൂപ്പ് ചേർത്തും നിക്ഷേപ ലാഭവിഹിതങ്ങൾ കൈമാറി. എന്നാൽ നൽകിയ തുക തിരികെ ചോദിച്ചപ്പോൾ സംഘം 2 കോടി കൂടി നൽകണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നാലെയാണ് പോലീസ് പരാതി നൽകിയത്. അറസ്റ്റിലായ 3 പേരും മലയാളികളാണ്.